PM ആർഷോ SFI എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായ അന്നു മുതൽ ആ വ്യക്തിക്ക് നേരെ വളരെ ആസൂത്രിതമായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിട്ടുള്ളതാണ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ആർഷോ എന്ന് പറയുന്ന വ്യക്തിക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് അത് SFI എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. മനസ്സിലാക്കി കളഞ്ഞല്ലോ. ആർഷോ പരീക്ഷ എഴുതാത്ത PM ആർഷോ എന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ ജയിപ്പിക്കുന്നത് ആരാണ്? അങ്ങനെ ജയിപ്പിക്കാൻ തീരുമാനിക്കുന്ന താല്പര്യം എന്താണ്? കുഴപ്പമായി തോന്നുന്നത് ആർഷോ പ്രസിഡന്റ് സെക്രട്ടറി ആയപ്പോ തൊട്ട് ഇതെന്താണ്? ആർഷോ സെക്രട്ടറി ആകുമ്പോഴേക്കും മാധ്യമങ്ങൾക്ക് ആർഷോ ആരാണ്? ആർഷോ SFIയുടെ പല സെക്രട്ടറിമാരും സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ. ആർഷോ പ്രധാനപ്പെട്ട കേസുകളിൽ പ്രതിയായി നിൽക്കുമ്പോൾ പോലീസിന്റെ കൺവെട്ടത്ത് പിടികിട്ടാപ്പുള്ളിയായി നിൽക്കുമ്പോൾ പോലീസിന്റെ കൺവെട്ടത്ത് സംരക്ഷണം കിട്ടിയിട്ടുള്ള ആളാണ് ആർഷോ. അദ്ദേഹം ഇരിക്കുന്ന സമയത്താണ് വയനാട്ടിലൊരു MP-യുടെ ഓഫീസ് തല്ലി തകർക്കുന്നത്. ആ തല്ലി തകർത്തപ്പോ ആ പ്രതികളെ മുഴുവൻ തള്ളി പറഞ്ഞവരാണ് SFIക്കാർ. അതേ പ്രതികൾ ഇറങ്ങി വന്നപ്പോൾ മാലയിട്ട് സ്വീകരിച്ചവരാണ് SFIക്കാർ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. നമുക്കറിയാലോ SFIയുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾക്കും അച്ചടിമഷിക്കും വാർത്താ മാധ്യമങ്ങളുടെ കള്ളപ്രചരണങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത ഇന്നലകളുടെ ചരിത്രമാണ് SFIയുടേത്. കുറ്റക്കാരനായി SFI പോലെ ഒരു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അയാൾ ആ പരീക്ഷ എഴുതിയിട്ടില്ലെന്ന് മാത്രമല്ല ആ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ട് പോലുമില്ല, ആപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ല. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. പാസ്ഡായി അദ്ദേഹം പരീക്ഷയിൽ ജയിച്ചിരിക്കുന്നു. SFI നേതാവ് കള്ളത്തരത്തിൽ എഴുതാത്ത പരീക്ഷ ജയിച്ചിരിക്കുന്നു. ഈ ഒരു ഒറ്റ വാചകം മാത്രം പ്രചരിപ്പിക്കുന്നു. ഇത് കഷ്ടമാണ്. ചിന്താ ജെറോം ഇവിടെ വന്നിരുന്ന് പറയുമ്പോൾ ഞാൻ അവർക്കൊരു കുതിരപ്പവൻ കൊടുക്കേണ്ടി വരും. ആരാണ് ഈ പറയുന്നത്? അതിന്റെ ഇന്നും ഏറ്റവും വലിയ ഉദാഹരണമായിട്ടിരിക്കുകയാണ് ചിന്താ ജെറോം. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഗവേഷണ പ്രബന്ധത്തിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ പിശക് വരുത്തുകയും വാഴക്കുല എന്നുള്ള ഞാനത് എടുത്തു പറയുന്നില്ല, പിശക് വരുത്തുകയും അത് കോപ്പിയടിയായിരുന്നു എന്നുള്ള ആരോപണവും നിലനിൽക്കുന്ന ചിന്താ ജെറോം കൂടുതൽ എന്നെ നാറ്റിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, അതിൽ ചിന്താ ജെറോമിനെതിരെ എന്തെങ്കിലും നടപടിയെടുത്ത് നമുക്കറിയാമോ? ഇനി ഏഹയും MP ഉണ്ട്. അദ്ദേഹം നടത്തിയ പ്രബന്ധം, അദ്ദേഹം തിസീസ് എഴുതിയപ്പോൾ അതിന് ഫെലോഷിപ്പ് മേടിച്ചിരുന്നു. ഫെലോഷിപ്പ് മേടിച്ചിട്ട് അതിന്റെ തിസീസ് സബ്മിറ്റ് ചെയ്യാത്തതിന്റെ പേരിൽ ഇപ്പോഴും സബ്മിറ്റ് ചെയ്തിട്ടില്ല. ആ പണം തിരിച്ചടയ്ക്കാത്ത ആളാണ് ഏഹയും. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളിയാ. ആർഷോ എന്തിനു വ്യക്തിപരമായി ആക്രമിക്കുന്നു എന്ന ചോദ്യം നിങ്ങൾ ചോദിച്ചു. ആർഷോയ്ക്ക് വലിയ തോതിലുള്ള ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ആണ് എന്ന നിലയിലേക്കാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണ പോരാട്ടങ്ങളുടെ ഭാഗമായി കേസുകളിൽ പ്രതിയാകും. അത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ആത്മാർത്ഥമായി ചെയ്യുന്ന വ്യക്തികൾക്കുണ്ടാകുന്നതാണ്. വിദ്യാർത്ഥി അവകാശ പോരാട്ടങ്ങളുടെ ഭാഗമായി കേസുകളിൽ പ്രതിയാകുമ്പോൾ മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾ കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. അല്ല, മഹാത്മാഗാന്ധി പിടികിട്ടാപ്പുള്ളി എന്നായിട്ട് അവിടെ നിന്നിട്ടില്ല ശ്രീമതി ചിന്ത. നോക്കൂ, ഗാന്ധിജിയുമായിരുന്നു താരതമ്യം ചെയ്ത് കളയരുത് ദയവായി. ഗാന്ധിജി പിടികിട്ടാപ്പുള്ളിയായിട്ട് ഇവിടെ ഓടി നടന്നതായി നമുക്ക് റെക്കോർഡ്സ് ഇല്ല. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. പല കേസും വരും, പക്ഷെ അവർക്ക് എന്താ ചെയ്യുക? നേരെ പോലീസിൽ കീഴടങ്ങും, നേരെ ജയിലിലേക്ക് പോകും, റിമാൻഡ് ചെയ്യും, ജയിലിൽ കിടക്കും. ഇവിടെ ആർഷോയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ആർഷോയുടെ മുന്നിൽ ആർഷോ പിടികിട്ടാപ്പുള്ളിയായി നിൽക്കുകയും പോലീസ് കാഴ്ചക്കാരായി നിൽക്കുകയും അവരുടെ മുന്നിലൂടെ ആർഷോ വിരാജിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വ്യത്യാസമുണ്ട്. ഇവനെ പിടിച്ചകത്തിടാൻ പറ്റുമോ സക്കീർ ബാക്കി? എന്തെങ്കിലും ഒരു SFIക്കാരുടെ കൈകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ക്യാമ്പസുകൾക്കകത്ത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം SFI അങ്ങേയറ്റം ക്യാമ്പസുകൾക്കകത്ത് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന സംഘടനയാണ്. നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? കോൺഗ്രസിന്റെ പ്രതിനിധി, മറ്റൊന്ന് CPM-ന്റെ പ്രതിനിധി, മറ്റൊന്ന് ജേർണലിസ്റ്റ് എന്നല്ലേ എഴുതി കാണിക്കുന്നത്? ഒരു ജേർണലിസ്റ്റ്, ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനായി ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആളാണോ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ ഗുണ്ട എന്ന് വിളിക്കുന്നത്? അതെനിക്കിഷ്ടമില്ല. ജേർണലിസ്റ്റ് ആയിട്ടിരിക്കുന്ന ആൾ. അത് നിങ്ങൾ കോൺഗ്രസ് 1 കോൺഗ്രസ് 2 എന്ന് അവിടെ എഴുതി കാണിക്കും. SFI അധിക്ഷേപിക്കുകയും കോൺഗ്രസിനെ പുകഴ്ത്തുകയും ചെയ്യാൻ വേണ്ടി രണ്ടുപേര് ചിലപ്പോൾ ആവശ്യമായിരിക്കും. പക്ഷെ ജേർണലിസ്റ്റ് എന്നുള്ള എഴുത്തങ്ങ് മാറ്റ്. ഇതിന് പരിഹാരമില്ല. ഒരു ചെറുപ്പക്കാരനെ ഗുണ്ട എന്ന് വിളിക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ വീട്ടുകാർക്കുണ്ടാകുന്ന പ്രയാസം ഒരു വിദ്യാർത്ഥി നേതാവിനെയല്ലേ വിളിക്കുന്നത്? അപ്പൊ ഇതൊക്കെ ജേർണലിസ്റ്റ് എന്നുള്ള ടാഗ് ലൈനിൽ വന്നിരുന്നിട്ട് ഗുണ്ട എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ മനോരമ പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ചാനൽ അത്തരം കാര്യങ്ങൾക്കകത്ത് കുറച്ചുകൂടി സൂക്ഷ്മത കാണിക്കണം എന്നാണ് സൂചിപ്പിക്കാൻ. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് വീരവാദം വേണോ? അതായത് ശ്രീമതി ചിന്ത അതിന് പകരം ആർഷോയെ പ്രകീർത്തിച്ച് 2 വാചകം പറഞ്ഞിരുന്നെങ്കിൽ ശ്രീ ആനന്ദ് കൊച്ചുകൂടി ജേർണലിസ്റ്റ് ആവുമോ? ഒരിക്കലും അല്ല. നിഷ്പക്ഷമായിരിക്കണം. നിഷ്പക്ഷമായ അഭിപ്രായം സർക്കാരിനെതിരായിട്ട് നിലപാട് വരുമ്പോൾ കോൺഗ്രസിനും BJPക്ക് ഒരേ അഭിപ്രായം പറഞ്ഞു വെച്ചാൽ അതെങ്ങനെയാ? അതങ്ങനെയല്ലേ വരിക? അതുകൊണ്ട് കോൺഗ്രസും BJP ഒരേ പാർട്ടിക്കാരാണോ? ഈ SFIയുടെ സർഗാത്മകതയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മഹാരാജാസ് കോളേജിൽ ഒരു സർഗാത്മകത നടന്നായിരുന്നു. പ്രിൻസിപ്പലിന്റെ കസേര പുറത്തിട്ട് കത്തിച്ചു.
ഒരു പ്രിൻസിപ്പലിന്റെ ശവകുടീരം ഉണ്ടാക്കിയിട്ട് Okay. എന്തിനാണ് വെറുതെ ചിന്ത ഞങ്ങളെ കൊണ്ടൊക്കെ ഞാൻ സമയം തീരുന്നതുകൊണ്ട് മാത്രം ഇടപെടാം. ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും?